ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിന് തുടക്കം. ചരിത്രം, ഭൂമിശാസ്ത്രം, സംസ്കാരം എന്നിവയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും മൌറീഷ്യസുമെന്ന് പ്രധാനമന്ത്രി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പഞ്ചാബിൽ ബറ്റിൻഡയിലെ കേന്ദ്ര സർവകലാശാലയുടെയും എയിംസിന്റെയും ബിരുദദാന ചടങ്ങുകളിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ അർമേനിയ ബന്ധം ചരിത്രത്തിൽ വേരൂന്നിയതാണെന്ന് വിദേശകാര്യമന്ത്രി. രാജ്യത്ത് കാർഷിക മേഖലയുടെ വികസനത്തിനായി ആവിഷ്കരിച്ച പദ്ധതികൾ ഉൽപാദനത്തിലെ റെക്കോർഡ് വർധനവിന് കാരണമാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഭൂമി കൈയേറ്റങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇടുക്കി പരുന്തുംപാറയിലെ കൈയേറ്റത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. ചരിത്രം, ഭൂമിശാസ്ത്രം, സംസ്കാരം എന്നിവയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും മൌറീഷ്യസുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിനായി യാത്ര തിരിക്കും മുൻപ് നൽകിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യങ്ങളുടെ സമൃദ്ധി, ജനങ്ങളുടെ പുരോഗതി, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷയും വികസനവും തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് രാവിലെ മൌറീഷ്യസിലെത്തുന്ന പ്രധാനമന്ത്രി നാളെ മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനാ സംഘവും നാവികസേനയുടെ ഒരു കപ്പലും ആഘോഷങ്ങളുടെ ഭാഗമാകും. ഇന്ന് മൌറീഷ്യസ് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീ നരേന്ദ്രമോദി മൌറീഷ്യസിലെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ പഞ്ചാബ്, ചണ്ഡീഗഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പഞ്ചാബിൽ ബറ്റിൻഡയിലെ കേന്ദ്ര സർവകലാശാലയുടെയും എയിംസിന്റെയും ബിരുദദാന ചടങ്ങുകളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മൊഹാലിയിൽ പഞ്ചാബ് സർക്കാർ ഒരുക്കുന്ന പൌരസ്വീകരണത്തിലും ശ്രീമതി മുർമു പങ്കെടുക്കും. നാളെ പഞ്ചാബ് സർവകലാശാലയുടെ 72ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഇന്ത്യ അർമേനിയ ബന്ധം ചരിത്രത്തിൽ വേരൂന്നിയതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരവും പ്രതിരോധ സഹകരണവും വർദ്ധിച്ചതായി അദ്ദേഹം പറഞ്ഞു. അർമേനിയ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് സഖ്യത്തിൽ ചേർന്നതിൽ ശ്രീ ജയശങ്കർ സന്തോഷം രേഖപ്പെടുത്തി. ഇന്നലെ ഡൽഹിയിൽ അർമേനിയൻ വിദേശകാര്യമന്ത്രി അരാരത്ത് മിർസോയനുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന് ഇന്നലെ തുടക്കമായി. PM ശ്രീ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട DMK പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. 2024-25ലേക്കുള്ള 2ാം ഘട്ട അനുബന്ധ ധനാഭ്യർത്ഥനകൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. റെയിൽവേ ഭേദഗതി ബിൽ 2024 റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. റെയിൽവേ ബോർഡിന്റെ പ്രവർത്തനം, സ്വയംഭരണം തുടങ്ങിയവ ഉദ്ദേശിച്ചുള്ളതാണ് ബിൽ. റെയിൽവേയിൽ നിരവധി പരിഷ്കാരങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. इन 11 वर्षों में 41,000 LHB कोचेस का मैन्युफैक्चरिंग किया गया, 17 गुने ज्यादा. सेफ्टी पे मात्र 8-10 हजार करोड़ का खर्चा होता था, पहले इन्वेस्टमेंट होता था UPA के समय में. आज 1,14,000 करोड़ रुपए का सेफ्टी पे इन्वेस्टमेंट. 1905ലെ ഇന്ത്യൻ റെയിൽവേ ബോർഡ് ആക്ടിലെ എല്ലാ വ്യവസ്ഥകളും ഈ ബില്ലിലൂടെ 1989ലെ റെയിൽവേ ആക്ടിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. സമുദ്രമേഖലയിലെ വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട ബിൽസ് ഓഫ് ലേഡിംഗ് ബിൽ 2024 ലോക്സഭ പാസാക്കി. 1856ലെ ഇന്ത്യൻ ബിൽസ് ഓഫ് ലേഡിംഗ് ആക്ടിന് പകരമായിരിക്കും പുതിയ നിയമം. കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ വിശദാംശങ്ങൾ ബില്ലിൽ അടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സമുദ്രമേഖലയുടെ വളർച്ചയ്ക്കും ഈ നിയമനിർമ്മാണത്തിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ പറഞ്ഞു. 30,68,00,000-ലധികം അസംഘടിത തൊഴിലാളികൾ ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദലാജെ ലോക്സഭയെ അറിയിച്ചു. ഇവരിൽ 53%-ലധികം സ്ത്രീ തൊഴിലാളികളാണെന്നും അവർ പറഞ്ഞു. ഇതുവരെ വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും 13 പദ്ധതികൾ ഈ ശ്രമവുമായി സംയോജിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീമതി ശോഭ അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ
വിഷയത്തിൽ കേന്ദ്ര ഇടപെടലുണ്ടാകണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ആവശ്യപ്പെട്ടു. അതേസമയം ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റിന് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ആശാ ഹെൽത്ത് വർക്കേഴ്സ് യൂണിയൻ അറിയിച്ചു. പ്രധാന കാർഷിക വിളകളുടെ 2024-25 വർഷത്തെ ഉൽപാദനത്തിന്റെ രണ്ടാം പാദ കണക്കുകൾ കേന്ദ്ര കർഷകക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. ഖാരിഫ് ഭക്ഷ്യധാന്യ ഉൽപാദനം ഏകദേശം 1664 ലക്ഷം മെട്രിക് ടണ്ണും റാബി ഉൽപാദനം 1645 ലക്ഷം മെട്രിക് ടണ്ണും കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാർഷിക മേഖലയുടെ വികസനത്തിനും കർഷകരുടെ ഉന്നമനത്തിനും ആവിഷ്കരിച്ച വിവിധ പദ്ധതികൾ ഉൽപാദനത്തിലെ റെക്കോർഡ് വർധനവിന് കാരണമാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും കുടിശ്ശികയായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ഇന്നലെ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. എം. വിൻസെന്റ് നൽകിയ ഉപക്ഷേപ നോട്ടീസിന് സ്പീക്കർ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും സഭയിൽ നടന്നു. ശബരിമലയിലെ ദർശന രീതിയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P.S. പ്രശാന്ത്. ഭക്തർക്ക് കൊടിമര ചുവട്ടിൽ നിന്നും ബലിക്കല് വഴി ശ്രീകോവിലെത്തി അയ്യപ്പനെ ദർശിക്കാൻ സൌകര്യമൊരുക്കും. മീനമാസ പൂജകൾക്കായി നട തുറക്കുന്ന ഈ മാസം 14-ന് ഇതിന്റെ ട്രയൽ ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി പരുന്തുംപാറയിലെ ഭൂമി കൈയേറ്റത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ. രാജൻ. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ അടിയന്തര ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. വിശദമായ അന്വേഷണത്തിനായി 15 പേരടങ്ങുന്ന റവന്യൂ സംഘത്തെ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ട്. പ്രദേശത്ത് നിലവിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. ഭൂമി കൈയേറ്റങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മന്ത്രി കെ. രാജൻ ഇന്നലെ നിയമസഭയിൽ അറിയിച്ചിരുന്നു. കേരളത്തിൽ കുടിയേറ്റക്കാരായ സാധാരണ ഭൂമിയില്ലാത്ത കുടിയേറ്റക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ധാരണ. എന്നാൽ കയ്യേറ്റക്കാരായ ഒരാളെയും വെച്ചുപൊറുപ്പിക്കാൻ ഈ ഗവൺമെന്റ് ഏതർത്ഥത്തിലും അളവിലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതിനൊരു കോംപ്രമൈസും ഇല്ല. എന്നു മാത്രമല്ല, പീരുമേട് താലൂക്കിൽ ഒഴികെയുള്ള 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം പ്രത്യേകമായി നിശ്ചയിച്ചു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിന് ഇന്ന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 3 ദിവസത്തെ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നും 145 താരങ്ങളും 20 രാജ്യങ്ങളിൽ നിന്നുള്ള പാരാ അത്ലറ്റുകളും ഉൾപ്പെടെ 250 പേർ പങ്കെടുക്കും. 90 അത്ലറ്റിക്സ് ഇനങ്ങളിലാണ് മത്സരം. പാരീസ് പാരാ അത്ലറ്റിക്സ് സ്വർണ്ണ മെഡൽ ജേതാക്കളായ പ്രവീൺ കുമാർ, നവ്ദീപ് സിംഗ്, ധരംബീർ എന്നിവരാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ 5ാം പതിപ്പ് തുടരുന്നു. ഇന്നലെ പുരുഷന്മാരുടെ വെർട്ടിക്കൽ സ്കീ മൌണ്ടനിയറിംഗ് ഇനത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സിദ്ധാർത്ഥ ഗഡേക്കർ സ്വർണ്ണ മെഡൽ നേടി. ഇതേ വിഭാഗത്തിലെ വനിതകളുടെ മത്സരത്തിൽ ഹിമാചൽ പ്രദേശിന്റെ ടെൻസിൻ ഡോൾമയ്ക്കാണ് സ്വർണ്ണം. WPL ക്രിക്കറ്റിൽ ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. മുംബൈ ഉയർത്തിയ 180 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് 170 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് അവരുടെ അടിസ്ഥാന മൌലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്ന് UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക്. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളും പെൺകുട്ടികളും സമാനതകളില്ലാത്ത ലിംഗവിവേചനത്തിനാണ് വിധേയരാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിന് തുടക്കം. ചരിത്രം, ഭൂമിശാസ്ത്രം, സംസ്കാരം എന്നിവയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും മൌറീഷ്യസുമെന്ന് പ്രധാനമന്ത്രി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പഞ്ചാബിൽ ബഠിൻഡയിലെ കേന്ദ്ര സർവകലാശാലയുടെയും എയിംസിന്റെയും ബിരുദദാന ചടങ്ങുകളിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ അർമേനിയ ബന്ധം ചരിത്രത്തിൽ വേരൂന്നിയതാണെന്ന് വിദേശകാര്യമന്ത്രി. രാജ്യത്ത് കാർഷിക മേഖലയുടെ വികസനത്തിനായി ആവിഷ്കരിച്ച പദ്ധതികൾ ഉൽപാദനത്തിലെ റെക്കോർഡ് വർധനവിന് കാരണമാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഭൂമി കൈയേറ്റങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് റവന്യൂ മന്ത്രി കെ. രാജൻ. ഇടുക്കി പരുന്തുംപാറയിലെ കൈയേറ്റത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.